എല്ലാവർക്കും നമസ്കാരം. 2025 ഒരു സമ്പൂർണ്ണ രാശിഫലമാണ് നമ്മൾ ഈ സീരീസിലൂടെ പറഞ്ഞു പോരുന്നത്. ഇന്ന് ഗണിച്ചിരിക്കുന്ന രാശി വൃശ്ചികൻ രാശി. ഇതിൽ വരുന്ന നക്ഷത്രക്കാർ വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ രാശിയിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാരുടെയും ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, ജോലി, കുടുംബം, ഭാഗ്യം, ഈ 6 മേഖലകളും പ്രത്യേകമായി എടുത്ത് അത് നന്നായിട്ട് സൂക്ഷ്മമായിട്ട് വിചിന്തനം ചെയ്ത ശേഷമാണ് ഈ വർഷഫലം നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ ഫലപ്രവചനങ്ങൾക്ക് അവസാനം നിങ്ങളുടെ ജന്മനക്ഷത്ര പ്രകാരം ഇവിടെ നമ്മൾ ഗണിച്ചപ്പോൾ കിട്ടിയ പരിഹാര ക്രിയകൾ ഏതെല്ലാമാണെന്നും വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ശരി, ഏറ്റവും ആദ്യം പൊതുഫലം, അതിനുശേഷം ഓരോന്നും വിശദീകരിച്ച് പറയുന്നതാണ്. ഈ വൃശ്ചികൻ രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ 2025 വർഷം എടുത്തു പറയേണ്ട അത് യഥാക്രമം അതിൽ ഒന്നാമത് വരുന്നത് നിങ്ങളുടെ ഗൃഹനിർമ്മാണം, രണ്ടാമത്തേത് വാഹനയോഗം, മൂന്നാമത്തേത് സൗഭാഗ്യയോഗം, നാലാമത്തേത് ദാമ്പത്യപുഷ്ടി, അഞ്ചാമത്തേത് ആയുരാരോഗ്യ സൗഖ്യം. ഈ 5 കാര്യങ്ങളും നിങ്ങളുടെ ഈ വരാൻ പോകുന്ന 2025 വർഷത്തിൽ അത് നിങ്ങളുടെ നിത്യജീവിത മാർഗമധ്യേ ഈ സംഭവങ്ങൾ സംഭവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇനി നിങ്ങളുടെ ആ നിത്യജീവിതത്തിലെ 6 രംഗങ്ങളും വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് നിങ്ങളുടെ ആരോഗ്യം. ഈ വൃശ്ചികൻ രാശിക്കാരുടെ ആരോഗ്യരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും, അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ, അതായത് ഒരു ഏപ്രിൽ മാസം പകുതി മുതൽ അങ്ങോട്ട് എടുത്താൽ മെയ് മാസം പകുതി വരെ ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു മാസം നിങ്ങൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ അതീവ ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് പറയാൻ കാരണം, ഈ ആഹാര പദാർത്ഥങ്ങളിൽ മായം ചേർക്കാത്ത ശുദ്ധമായ ആഹാരം തിരഞ്ഞെടുക്കാൻ ഈ ഒരു മാസ കാലയളവിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇതിൽ അലംഭാവം കാണിച്ചാൽ അത് പലവിധ രോഗങ്ങൾക്കും ഹേതുവായേക്കാം എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ജൂൺ മാസത്തിന് ശേഷം, അതായത് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ അലർജി സംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പകർച്ചവ്യാധി മൂലമോ വന്നുപെട്ടാക്കാവുന്ന ആ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങളിൽ വന്നുപെടാനുള്ള യോഗം കാണുന്നുണ്ട്. അതായത് അതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ അനുഭവിക്കാൻ അവസരങ്ങൾ സംജാതമാകുമെന്നാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും വർഷത്തിൽ ഉടനീളം നോക്കുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളിൽ പ്രായാധിക്യമുള്ള, അതായത് ഒരു 50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ദീർഘകാലമായിട്ട് സേവിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധങ്ങൾ അത് തുടർന്ന് ഉപയോഗിക്കാതെ തന്നെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളെ പരിപൂർണമായി അനുഗ്രഹിക്കുന്ന അവസ്ഥ സംജാതമായി കിട്ടാനുള്ള എല്ലാവിധ യോഗങ്ങളും നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഈ കർക്കിടകം, ചിങ്ങം മാസങ്ങളിൽ നിങ്ങൾ ഈ പ്രകൃതി ചികിത്സ ആയിട്ടുള്ള, അതായത് തിരുമ ചികിത്സ അല്ലെങ്കിൽ നാടൻ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അങ്ങനെയുള്ള ഈ ആരോഗ്യ പരിരക്ഷയ്ക്ക് ആരുടെയും ഉപദേശപ്രകാരമല്ലാതെ തന്നെ നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നതാണ്. അതിനെ തുടർന്ന് വളരെ മികച്ച ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇത്രയുമാണ് വൃശ്ചികൻ രാശിക്കാരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഈ 2025 വർഷത്തേക്ക് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ വിവാഹം, കുടുംബം, ദാമ്പത്യം. നിങ്ങൾ വൃശ്ചികൻ രാശിക്കാർക്ക് ബുധൻ്റെ ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തോ സമൂഹത്തിലോ അല്പം ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഈ ന്യായത്തിൻ്റെ പക്ഷത്ത് മാത്രം നിൽപ്പുറപ്പിക്കുന്ന നിങ്ങളുടെ ആ ഒരു സ്വഭാവ പ്രകൃതം അത് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ അന്തിമ വിജയം എപ്പോഴും നിങ്ങളുടെ പക്ഷത്തായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ അത്ര വലിയ ടെൻഷൻ ആവശ്യമില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്, നിങ്ങളിൽ ഈ വിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്ന യുവക്കൾക്ക് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലുള്ള വിവാഹ ബന്ധങ്ങൾ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഗ്രഹനില പ്രകാരം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് ഇവിടെ സ്വദേശം വിട്ട് അന്യദേശത്തു നിന്നുള്ള വിവാഹ ബന്ധമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരാനാണ് ഏറ്റവും കൂടുതൽ യോഗം കാണുന്നത്. അതിനൊരു പക്ഷേ വിവാഹത്തിന് ശേഷം വിദേശയാത്ര നടത്തേണ്ട സാഹചര്യവും ഉണ്ടായിത്തീരാനും മതി. അതുപോലെ തന്നെ ഈ രാശിയിലെ ദമ്പതികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിൽ നിലനിന്നിരുന്ന ചില അസ്വാരസ്യങ്ങളെല്ലാം അതും ഈ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെയധികം നല്ല ശമനമുണ്ടാകുമെന്നത് നിസ്തർക്കമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സന്താനങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മറ്റ് ആശ്രിതരെ കൊണ്ടും നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ
നിങ്ങളുടെ ജീവിതം വളരെ സുഗമമായി തന്നെ ഈ 2025 വർഷം മുഴുവനും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഇത്രയുമാണ് വൃശ്ചിക രാശിക്കാരുടെ വിവാഹം, കുടുംബം, ദാമ്പത്യം എന്നിവയുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി അടുത്തതായി വരുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം. 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അല്പം ചില അലസത, ക്ഷീണം എന്നിവ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് മൂലം നിങ്ങൾ ഈ വൃശ്ചിക രാശിക്കാർക്ക് ഈ പഠന വിഷയങ്ങളിൽ നിങ്ങൾ പിന്നോക്കം പോകാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. എന്നാൽ ജൂൺ മാസം ആരംഭം മുതൽ തന്നെ പഠനത്തിൽ അത്യുന്നത നിലയിലെത്തുന്നതും അതുവഴി ഗുരുജനങ്ങളുടെ ആശീർവാദങ്ങൾക്കും പ്രശംസയ്ക്കും പാത്രീഭവിക്കുന്നതാണ്. മാത്രവുമല്ല, ഇതിലെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ലോണുകൾ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പാരിതോഷികങ്ങൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ സയൻസ് ആൻഡ് ടെക്നോളജി, മെഡിസിൻ എന്നീ വിഭാഗത്തിൽ ചേർന്ന് പഠിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ പുതിയൊരു വാതായനം തുറന്നു കിട്ടുന്നതാണ്. കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ 2025 വർഷം നിങ്ങൾ വൃശ്ചിക രാശിക്കാരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പുരോഗതി തീർച്ചയായിട്ടും ദൃശ്യമാകാനുള്ള യോഗം കാണുന്നുണ്ട്. ഇത്രയുമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ 2025 വർഷം പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ സാമ്പത്തിക രംഗം. ഈ വൃശ്ചിക രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിക്കിടപ്പുള്ള ഗൃഹനിർമ്മാണങ്ങൾ അത് പുനരാരംഭിക്കാൻ ഉറപ്പായിട്ടും സാധിക്കുന്നതാണ്. ഇത് ഗൃഹനിർമ്മാണങ്ങൾ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ നിർമ്മാണ പ്രവൃത്തികളിലും നിങ്ങൾക്ക് ഈ അഭിവൃദ്ധി വന്നു ചേരുന്നതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഓഫീസ് കെട്ടിടങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഇതര ബിൽഡിങ്ങുകൾ ഒക്കെ പാതിയാക്കി നിർത്തിയിരിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇപ്പോൾ അത് 2 അതിലധികമോ സ്രോതസ്സുകളിൽ നിന്നും വരുമാനങ്ങളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളോ കൈവശം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. മാത്രമല്ല, നിലവിലുള്ള കടബാധ്യതകൾ അത് ഈ വർഷം പകുതിയോടുകൂടി തന്നെ നിങ്ങൾ മുഴുവനായി അടച്ചു തീർക്കുക അല്ലെങ്കിൽ അത് അടച്ചു തീർക്കാൻ പറ്റുന്ന മറ്റേതെങ്കിലും സോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ ആ കാര്യം ഭംഗിയായി കൈകാര്യം ചെയ്യുന്നതുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് വരുന്നത് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഈ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള വസ്തുവകകൾ സ്വന്തമാക്കാനും യോഗം കാണുന്നുണ്ട്. മാത്രമല്ല, ഈ നവംബർ മാസം പകുതിക്ക് ശേഷം നിക്ഷേപ പദ്ധതികളിൽ നിന്നും അഭൂതപൂർവമായിട്ടുള്ള വളർച്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മാസങ്ങളിൽ, അതായത് നവംബർ അവസാനം ഡിസംബർ ആദ്യ വാരങ്ങളിൽ നിങ്ങൾക്ക് ഈ ചിട്ടി, ലോൺ തുടങ്ങിയ ധനമിടപാടുകളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമനം അതും വളരെ വലിയ തോതിൽ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഈ സാമ്പത്തിക രംഗം 2025 വർഷത്തിൽ ആദ്യ പാദത്തിൽ മാത്രം അല്പം ഒന്ന് ഡൗൺ ആകുമെങ്കിലും അതിനുശേഷം ഓരോ സ്റ്റെപ്പും മുകളിലേക്ക് എന്ന രീതിയിൽ മെച്ചപ്പെട്ട് കിട്ടും അങ്ങനെയാണ് കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വൃശ്ചിക രാശിക്കാരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി അടുത്തതായി വരുന്നത് ജോലി, അതായത് നിങ്ങളുടെ കർമ്മരംഗം. നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ രാഹുവിൻ്റെ ദൃഷ്ടി അത്ര അനുകൂലമല്ലെങ്കിൽ ശനിയും വ്യാഴവും നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ 2025 വർഷം ഒന്നിലധികം തൊഴിൽ സംരംഭങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നതാണ്. അങ്ങനെയാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഒരു പ്രധാന തൊഴിൽ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കെ അതിന് സമാന്തരമായിട്ട് മറ്റൊരു സൈഡ് ബിസിനസ് കൂടി തുടങ്ങാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം അത് നിങ്ങളുടെ കഴിഞ്ഞ 2-3 വർഷങ്ങളെ അപേക്ഷിച്ച് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇരട്ടിയായിരിക്കുമെന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതുമാത്രവുമല്ല, ഇതിൽ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് പ്രവേശനം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നിരാശയില്ലാതെ തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അതുപോലുള്ള ആ തസ്തികയിൽ തീർച്ചയായിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ ചില കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് അത്യുന്നത നിലയിൽ വളർത്തിയെടുക്കാനും നിങ്ങൾക്ക് ഈ രാശിഫലത്തിൽ യോഗം കാണുന്നുണ്ട്. അതുമാത്രവുമല്ല, ഒരു കൂട്ടം ആളുകളുടെ നേതൃത്വ സ്ഥാനം വഹിക്കാനും ഈ കാലയളവിൽ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും വർഷ അവസാനം നിങ്ങളുടെ കർമ്മരംഗം മുൻപെങ്ങും ദൃശ്യമാകാത്ത വിധം വളരെയധികം വളർച്ച രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ സാധിക്കുന്നത്. കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ 2025 വർഷം നിങ്ങളുടെ കർമ്മരംഗം വർഷത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ ഗണിതത്തിൽ കാണുന്നുണ്ട്. ഇത്രയുമാണ് വൃശ്ചിക രാശിക്കാരുടെ ജോലിയുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ ഭാഗ്യം. നിങ്ങൾക്ക് ശുക്രൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ചൊവ്വയും വ്യാഴവും ദൃഷ്ടി ചെയ്യുന്ന രാശിയെ മുൻനിർത്തി നോക്കുമ്പോഴും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല സൗഭാഗ്യങ്ങളും
ഈ 2025 വർഷം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായി തീരും എന്നാണ് കാണുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് നിങ്ങൾ ചെറുപ്പക്കാർക്ക് അവരുടെ ദീർഘനാളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന ആ പ്രണയം അല്ലെങ്കിൽ വിവാഹം, അതായത് ആ ഒരു സ്വപ്നം ഈ പ്രാവശ്യം ഇതോടുകൂടി പൂവണിയുമെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നിങ്ങൾ വിദേശ പര്യടനം നടത്താൻ ഇതുമായി ബന്ധപ്പെട്ട് അവസരം ലഭ്യമാകുന്നതാണ്. ഇനിയൊരു പക്ഷേ ഇതിൽ ചില ആളുകൾക്ക് നിങ്ങൾ അവിടെ തൊഴിൽ ചെയ്തു വരവേ പുതിയ ചില ബന്ധങ്ങൾ അവിടെ വന്നു ചേരാനും യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വർഷം അവസാനത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സൗഹൃദങ്ങളും അതുവഴി ദീർഘകാലമായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന പദ്ധതികളും ലക്ഷ്യപ്രാപ്തി നേടുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ 2025 വർഷം നിങ്ങൾ വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ വലിയ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരാനുള്ള യോഗം എല്ലാ വിധത്തിലും കാണുന്നുണ്ട്. ഇത്രയുമാണ് വൃശ്ചികൻ രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർഷഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്ത് നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഗ്രഹനില വിശദമായി പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, നിങ്ങൾ ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഈ ശിവക്ഷേത്ര ദർശനവും അതോടൊപ്പം ഭഗവതി ക്ഷേത്ര ദർശനവും നടത്തുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ നിങ്ങൾ കൊണ്ടാകുന്നത് പോലെ ഒരു പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഹോമമോ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. അതിനുശേഷം സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ 100 പാലും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വഴിപാടായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്നാണ് കാണുന്നത്. അതിനുശേഷം വർഷ അവസാനത്തിൽ, അതായത് നവംബർ അവസാനം, ഡിസംബർ ആദ്യകാലങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രവും ശിവക്ഷേത്രവും സന്ദർശിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പരിഹാര മാർഗങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഈ 2025 വൃശ്ചികൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഒരു സമ്പൂർണ്ണ ജ്യോതിഷ ഫലപ്രവചനം ഇപ്പോൾ നടത്തി കഴിഞ്ഞു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.